ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹ വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി. 1 കൊറിന്തോസ് 15 അധ്യായം 57 വചനം. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് എങ്ങനെ വിജയിക്കാം? ഓരോ കാര്യങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ പരാജയപ്പെടുമെന്നുള്ള പരാജയഭീതിയും വേണ്ടത്ര ദൈവവിശ്വാസം ഉള്ളിലില്ലാത്തതുകൊണ്ടും ദൈവത്തെ ശരിക്കും രക്ഷകനും നാഥനുമായി യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്തതുകൊണ്ടുമുള്ള പല പ്രശ്നങ്ങളുടെ പേരിൽ ഏറെ വിഷമിക്കുന്ന മക്കൾക്ക് വേണ്ടി, ഏറെ വിഷമിക്കുന്നവർക്ക് വേണ്ടി കുറേ വിജയത്തിൻ്റെ വാഗ്ദാന വചനങ്ങൾ. ഈ വാഗ്ദാന വചനങ്ങൾ ആർക്കും അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം. വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഏത് പ്രതിസന്ധിയിൽ നിൽക്കുന്നവരും, ഇലക്ഷനിൽ നിൽക്കുന്നവർക്കും, പരീക്ഷയിൽ എഴുതുന്നവർക്കും, അങ്ങനെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ വചനം വിശ്വസിച്ച് അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചാൽ വിജയം, അതായത് അനുഗ്രഹം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ വാഗ്ദാന വചനങ്ങൾ എന്നിൽ മാംസം ധരിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഈ വചനത്തെ വിശ്വസിച്ച് ആവർത്തിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി. കൃപയുടെ വലിയൊരു അഭിഷേകം ഉണ്ടാകും. വിജയം ദൈവം നൽകി അനുഗ്രഹിക്കും. ഏറ്റവും വലിയ വിജയത്തിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദുവായ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമായി എനിക്ക് ലഭിക്കാൻ തക്ക വിധത്തിൽ അഭിഷേകമുള്ള വചനമാണ്. നമുക്ക് ഈ വചനങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തുതി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയാണ് ശരിക്കും എല്ലാ ആധ്യാത്മിക ഭൗതികമായ അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയ ഒരു വ്യക്തിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളുടെയും വലിയ പ്രവാഹമായി യേശുക്രിസ്തു എൻ്റെ ഉള്ളിലുള്ള എന്നുള്ള ഒറ്റ കാരണത്താൽ ഞാൻ അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായി മാറും. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ സ്വന്തമായി സ്വീകരിക്കുന്നതിൻ്റെ തോത് അനുസരിച്ചാണ് എനിക്ക് അനുഗ്രഹവും അഭിഷേകവും ലഭിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളണം. സങ്കീർത്തനങ്ങൾ 20 അധ്യായം അതിൻ്റെ 5 വചനം പറയുന്നത്, നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും, നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. ഞാൻ വചനം ഒരിക്കലും പറയാം, നിൻ്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും. അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിൽ ഞങ്ങൾ വിജയപതാക പാറിക്കും. അപ്പം വിജയത്തിൽ ആഹ്ലാദിക്കണമെങ്കിൽ, ദൈവത്തിന് മുമ്പിൽ വിജയപതാക പാറിക്കണമെങ്കിൽ ഈ വചനം അഭിഷേകത്തോടെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഈ അനുഗ്രഹത്തിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വെളിപാട് പുസ്തകം 5 അധ്യായം 5 വചനം പറയുന്നത്, യൂദാ വംശത്തിൻ്റെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അത് ഈശോയാ. അപ്പോൾ യേശുവിനെ ഞാനൊന്ന് ഇതുപോലെ പ്രൊമോട്ട് ചെയ്താൽ, ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ, യേശു എൻ്റെ ഉള്ളിലുള്ളതെന്ന് അംഗീകരിച്ച് വിശ്വസിച്ച് പറയുമ്പോൾ ഈ അനുഗ്രഹങ്ങളുടെ പെരുമഴ എന്നെ വലയം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. വീണ്ടും 2 കൊറിന്തോസ് 2 അധ്യായത്തിൻ്റെ 14 വചനം വളരെ ശ്രദ്ധേയമായ അനുഗ്രഹത്തിൻ്റെ വചനമാണ്. അത് വചനം ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം ഞങ്ങൾ വഴി എല്ലായിടത്തും പരത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തുതി. അപ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്ന ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും വിജയത്തിലെത്തിക്കുകയും അവനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ സൗരഭ്യം പരത്തുക എന്നുള്ള ഒരു ജോലി ഞാൻ ഏറ്റെടുത്താൽ, അവൻ്റെ വചനത്തിൻ്റെ അഭിഷേകം, അവൻ്റെ ദൈവത്വത്തിൻ്റെ അഭിഷേകം ഞാൻ സ്വീകരിച്ച് ഇങ്ങനെ മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ വചനം എന്നിലും മാംസം ധരിക്കുകയാണ്. അതൊരു വലിയ അനുഗ്രഹമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വീണ്ടും 149 സങ്കീർത്തനത്തിലെ 4 വചനം പറയുന്നത്, എളിയവരെ അവിടുന്ന് വിജയമണിക്കുന്നു. എളിയവരായ ഒരു വ്യക്തി, നമ്മൾ എളിമയോടെ നിന്നാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധിക്ക് മുമ്പിൽ, ദൈവത്വത്തിന് മുമ്പിൽ നമ്മൾ താഴ്മയോടെ നിന്നാൽ നമ്മളെ ദൈവം ഉയർത്തും, അവിടെ നമ്മളെ വിജയമണിയിക്കുമെന്നാണ് ഇവിടെ വചനം പറയുന്നത്. നമ്മളിപ്പോൾ 5 വചനങ്ങളാണ് ധ്യാനിച്ചത്. ഒറ്റ വചനം കൊണ്ട് നമ്മൾ ചേർത്ത് വെച്ച് ധ്യാനിക്കണം. പുറപ്പാട് 14 നമ്മൾ വളരെയേറെ ശ്രദ്ധേയമായ, വളരെയേറെ അനുഗ്രഹത്തിൻ്റെ ഒരു സമൃദ്ധിയും നിറവുള്ള വചനമാണ്. നിങ്ങൾ ശാന്തരായി നിന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായി നിന്നാൽ മതി. നമ്മളിന്ന് കേട്ട ഈ വചനങ്ങൾ സങ്കീർത്തനം 20:5, വെളിപാട് 5:5, 2 കൊറിന്തോസ് 2:14, 1 കൊറിന്തോസ് 15:57, പുറപ്പാട് 14:14, സങ്കീർത്തനങ്ങൾ 149:4. പിന്നെ വളരെ ശ്രദ്ധേയമായ ഒരു വചനം കൊണ്ട് നമ്മളൊന്ന് ചേർത്ത് വെച്ച് ധ്യാനിക്കുക. സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. എൻ്റെ മധ്യേ എന്നെ വിജയിപ്പിക്കാൻ, എന്നെ രക്ഷിക്കാൻ, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ഉള്ള പിറവിയെടുത്ത, എല്ലാ വിധത്തിലും എന്നെ രക്ഷിക്കാൻ വേണ്ടി പിറവിയെടുത്ത, എന്നെ വിടുവിക്കാൻ വേണ്ടി പിറവിയെടുത്ത യേശുവിൻ്റെ സാന്നിധ്യം ആരൊക്കെ ഇതുപോലെ ഒന്ന് അനുഭവിച്ച് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, അവിടേക്ക് ജീവിതങ്ങളിൽ വിജയം ഉറപ്പാണ്. ഈ വചനം മാംസം ധരിക്കാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ.